കുഴിയൊന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. ഒരു അരമണിക്കൂർ നടക്കാറുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തുറക്കും. പറഞ്ഞോ കണ്ടുപിടിക്കും, പറയൂ ആരൊക്കെയാണത് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ജീവിച്ചേട്ടൻ ഞാൻ നിന്നെ പറഞ്ഞു വിചാരിച്ചില്ല. കിട്ടില്ല, എനിക്ക് വെള്ളസാരിനെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ കിട്ടില്ല. ദീപിക പടുക്കോൾ ഇന്ന് എനിക്ക് നിർബന്ധമായിരുന്നു നേരത്തെ വരണമെന്ന്. അതുകൊണ്ട് ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. പാലത്തിന്റെ അടിയിൽ കൂടെ വരണതിന് പകരം ഞാൻ പാലത്തിന്റെ ഉള്ള കഥ പറ. ഞാൻ വണ്ടിയിലിരുന്ന് ഉറങ്ങി. എന്നോട് പറഞ്ഞു നീ ഉറങ്ങിക്കോന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയിലിരുന്ന് ഉറങ്ങി. എന്നിട്ട് ഉറങ്ങി എന്നെ വിളിച്ചു, അതെ വഴി തെറ്റി, ഒന്ന് മാപ്പ് നോക്കോന്നൊക്കെ. എന്നിട്ട് ഞാൻ ഉറക്കത്തിന് എന്നിട്ട് ഞങ്ങൾ വഴി തെറ്റി. എന്നിട്ട് ഞങ്ങൾ 2 റൗണ്ട് ആ പാലത്തിന്റെ അടിയിൽ കിടന്ന് കറങ്ങി. പിന്നെ അതെ അതെ, ഇല്ല ഞാൻ പകലാ വന്നത്, രാത്രി വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് കേൾക്കട്ടെ, എങ്ങോട്ട് വന്നേ. ഷുഗർ കട്ടാ എന്തായാലും വെറുതെ ഒരു ഫോട്ടോ മാറിക്കണേ ഇരിക്കെല്ലാരും. അല്ലെങ്കിൽ ഒന്നും കൂടെ അവിടെ ഞങ്ങളാ ഭൂമി പിളർന്ന് താഴോട്ട് പോയാലോ ഏറ്റവും ലാസ്റ്റ് ചെയ്യാനും. നമ്മള് സൈലന്റ് ആവാൻ അംഗീകരിക്കരുത്. ഇതുപോലെ എപ്പോഴും ഇങ്ങനെ വയലന്റ് ആവാം. ഇത് ശരിക്കും ഭയങ്കര ഡീസന്റ് ആയിട്ട് ഇരിക്കണ്ടേ. ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇത് എത്ര കാലത്തിന് ശേഷം എല്ലാരും കൂടെ കാണണേ. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കൂ. എല്ലാരും അങ്ങോട്ട് സംസാരിക്കൂ. ഇത് എന്റെ മധുരമാണ്. എക്സ്പ്രഷൻ കണ്ടോ? അയ്യോ, ഷഹർ ബാനു എന്നാണ് ഉമ്മച്ചിയുടെ പേര്. ബാനു എന്ന് വിളിച്ചാൽ മതിയോ? ഓക്കെ ഉമ്മച്ചി. ഓക്കെ നെക്സ്റ്റ്, ഇത് അന്ന പ്രസാദ്. എല്ലാവരുടെ പേര് പറയുമ്പോഴും നിങ്ങൾ ഹൊയ് വിടണം, അതാണ് ഇവിടുത്തെ നിയമം. ഓക്കെ, അന്ന വളർന്നു വരുന്ന ഒരു സിനിമ നടിയാണ്. ഓക്കെ, മലയാള സിനിമയ്ക്ക് വരെ വെല്ലുവിളിയായി വളർന്നു വരുന്ന ഒരു സിനിമ താരം. മതി മതി, അത്രയ്ക്ക് മതി. അങ്ങ് തെലുങ്കിലും ഞങ്ങൾക്ക് ആൾക്കാരുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് ഇതാ വരുന്നു നമ്മുടെ ഗോവിന്ദ് പത്മസൂര്യ. ല്ലോ എല്ലായിടത്തും പിടിപാടുന്നായിട്ട് അറിയട്ടെ. വീട്ടിലിരിക്കുന്ന ഓരോ വീട്ടമ്മയ്ക്കും രോമാഞ്ചം കൊള്ളിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഗോബു സീരിയലിന്റെ പേര് സാന്ത്വനം കഴിഞ്ഞു. അത് നിങ്ങൾ എന്താ വിചാരിച്ചു?
ചോദിച്ചാൽ നിനക്ക് തെലുങ്കിൽ മാത്രം നിനക്ക് പിടിയുള്ളൂ. ആ അമ്മമാരോട് ചോദിച്ചാണ്ടല്ലോ അവിടെ അടി നടക്കും. സിനിമയിലും കൂടെ അത് സമ്മതിക്കുന്നില്ല കെട്ടിയോൻ. വീണ്ടും മലയാള സിനിമയ്ക്ക് വെല്ലുവിളി ആയിക്കോട്ടെ. പക്ഷെ അത് വേണ്ട റിലീസായ അടുത്ത മാസം. ഓക്കെ ഗോപുവിന്റെ പടം റിലീസ് ആവാൻ പോവാണ്. സുമതി വളവ് എന്നാണ് പടത്തിന്റെ പേര്. അപ്പൊ എല്ലാരും പടം കാണണം. ഈശ്വര എനിക്ക് കാശ് തരണം കേട്ടോ എല്ലാ പടത്തിനും പ്രൊമോഷൻ ചെയ്തിട്ട്. കുക്കുവിനൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അറിയാം. മലയാള സിനിമ മാത്രല്ല, തമിഴല്ല, തെലുങ്കല്ല, ഏത് പടത്തിലെ പാട്ടെടുത്താലും ഞങ്ങൾ ഡാൻസ് കളിക്കാത്ത ഞങ്ങളുടെ പ്രിയ നായകൻ, പ്രിയ കണ്ണിലുണ്ണി, RDXിലൂടെ ഞങ്ങളെ രോമാഞ്ച കഞ്ചുകമറിക്ക് മാറ്റിയ എല്ലാവരുടെയും സിറാജുദ്ദീൻ. പലതരം ആങ്കേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ സ്പഷ്ടമായ വാക്കുകളിലൂടെ നമ്മളെ പിടിച്ചിരുത്താറുണ്ട്. പക്ഷേ തമാശകൾ കൊണ്ട് ജനകോടികളെ കയ്യിലെടുത്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡെയ്ൻ ഡേവിഡ്. മലയാള സിനിമയ്ക്ക് ഒരു അത്ഭുതം. എങ്ങനെ ഇവിടെ വന്നു? പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞ ഏത് മേഖല കൊടുത്താലും അവൾ അതിന്റെ 100% കൊടുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും മീനാക്ഷിയുടെ ഒരു മാസ്റ്റർ പീസ് ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ. എല്ലാവരോടും ബ്ലാക്ക് ഡ്രസ് പറഞ്ഞു 100% ഭാഗ്യമുള്ള എന്തെങ്കിലും ഇട്ടല്ലോ. കൊച്ചി എന്ന് പറയുമ്പോൾ ഡാൻസ് എന്ന് പറയുമ്പോൾ കേസ് കോഡ് എന്ന് പറയുമ്പോൾ അല്ല പക്ഷേ സുഹൈദ് കുക്കുവിനെയും കേസ് കോഡിനെ മാറ്റുന്ന ഒരുപാട് പിന്നിൽ പ്രവർത്തിക്കുന്ന കുറെ കറുത്ത കൈകളുണ്ട്. ആ കറുത്ത കൈകളിൽ ഏറ്റവും അധികം മികവ് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആര് പറഞ്ഞ റേസിസം? നിങ്ങളല്ല, എനിക്ക് കറുപ്പിച്ച കണ്ടില്ല, ഞാൻ കറുപ്പിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്നു നമ്മുടെ എല്ലാവരുടെ പ്രിയ കൊറിയോഗ്രാഫർ ആൻഡ് ടീച്ചർ ട്രെയിനർ സൈച്ചർ. അനീതി ഇല്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഇങ്ങനെ കണ്ണിൽ എണ്ണ വെച്ചിരിക്കുമ്പോഴാണ് ദൈവം എനിക്ക് കനിഞ്ഞു തന്ന ഒരു അനിയത്തിയാണ് ഞങ്ങളുടെ സ്വന്തം കുണ്ട്രൂസ്. ഞാനിങ്ങനെ കൊച്ചിയിൽ ഇങ്ങനെ അലയുന്ന സമയത്ത് എനിക്ക് ഒരു കാമുകനില്ലല്ലോ എന്ന് വിഷമിച്ച് നടക്കുന്ന സമയത്ത് ദൈവം ഒരു കാമുകനെ തന്നു. പക്ഷെ ഒന്നായിട്ടല്ല, രണ്ടായിട്ടാണ് തന്നത്. ഒന്നെടുത്ത ഫ്രീ ഉള്ള പോലെ. അതല്ല ഓക്കെ, അതായത് നമ്മൾ എപ്പോഴും ഒന്നിനെ പ്രേമിക്കുമ്പോ ഒന്ന് കൂടെ വരുന്നുള്ള പറയുന്ന പോലെ പോയിട്ടാ. ഓക്കെ എടാ, നീ പോലടാ, നീ അത്രക്കാരൻ നെഹി ഹേ. ഓക്കെ, എനിക്ക് എന്താ പറയാ, എനിക്ക് എപ്പോഴും ട്വിൻസിനെ, കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ ഒരു രൂപത്തിൽ എനിക്ക് കിട്ടുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇതെന്റെ സ്വന്തം ബ്രദർ ഇൻ ലോ മിസ്റ്റർ ഷാഹിദ് തക്കോ. ഈ രണ്ട് പിള്ളേരെ മാറ്റിരുന്നേ. എനിക്കിഷ്ടല്ലേ ഇവളോട് വർത്തമാനം. ഫുഡ് കഴിക്കാം നമുക്ക്.
അതെ നമ്മള് നീണ്ട കാലത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളുടെ എല്ലാ പ്ലാനുകളും വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. അതെ, അതില് ചെറിയൊരു പരിപാടി കൊളാക്കുന്നേ. ഞാൻ ഇന്ന് ഡാൻസ് ക്ലാസ് എടുക്കാൻ പറ്റൂല, എനിക്ക് വേറൊരു പരിപാടി നാളെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു പരിപാടി ഒഴിവാക്കാൻ പറ്റില്ല. അതൊക്കെ പിന്നെ എനിക്ക് മനസ്സിലായി കൂടെ. അതെ, നീ പൊട്ടനാന്ന് എനിക്ക് ഇതൊക്കെയാണെന്ന് മനസ്സിലായ? ഇല്ല, അതില്ല. ഇവൾ ദുബായിൽ ബോട്ട് എടുത്തപ്പോൾ ഞാൻ കേരളത്തിൽ ബോട്ട് കൊണ്ടുപോയി. അതെ, അതും നമ്മുടെ ബെന്നിച്ചേട്ടന്റെ ബെൻസ്. മനസ്സിലായല്ലോ, വ്യക്തമാക്കണം, നിങ്ങൾ നയം വ്യക്തമാക്കണം. ബെൻസ് എന്ന് പറയുന്ന കോതാടുള്ള പ്രോപ്പർട്ടിയിലാണ് നമ്മളിപ്പോ ഉള്ളത്. അവിടെയാണ് കുക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് സർപ്രൈസ് ഒക്കെ ആക്കി ഇവരൊക്കെ വന്ന്. അതല്ല, സംഭവം എന്താ അറിയോ? സംഭവം ഞാന് കണ്ണൊക്കെ പൊത്തി നോക്കുമ്പോണ്ടേ എല്ലാരും മൊത്തം ശാന്തായിട്ട് നിൽക്കുമ്പോ എനിക്ക് ആകെ കിളി പോയി. ഇതെന്താ ഇതിന്റെ പരിപാടി? ഇങ്ങനെയല്ലല്ലോ നമ്മള് മറ്റേ വൈബും ആകെ ബഹളോയോ. അപ്പോഴാണ് മെൽബി അപ്പോഴാണ് പറഞ്ഞേ, ആ പയ്യൻ വന്ന് പറഞ്ഞിട്ടുണ്ട് മിണ്ടാണ്ട് നിൽക്കാൻ. ആ പയ്യനാരും മെൽബി. ഈ വരണൊക്കെ മുന്നൊരു മീറ്റിംഗാ. ആരും മിണ്ടരുത്, നിശബ്ദരായിട്ടിരിക്കണം, സൈലന്റ് ആയിട്ടിരിക്കണം. ഇവിടെ വലിയ സംഭവമൊക്കെയാണ്. ഞാൻ നോക്കുമ്പോ എല്ലാവരും മൈൻഡ് ചെയ്യണ പോലും ഇല്ല. എല്ലാരും ഇങ്ങനെ അതെ. ശരിക്കും എന്റെ പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സമയത്തിന് വരികയാണെങ്കിൽ നമ്മുടെ പിള്ളേര് മാത്രം ആ റൂമിലേക്ക് അടച്ചിടുന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഓൾറെഡി നിനക്കറിയാലോ നമ്മുടെ പിള്ളേര് ആയിട്ട് വരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഡോറ് തുറക്കുമ്പോ ഡോറ് തുറക്കുമ്പോ നമ്മുടെ പിള്ളേര് അപ്പൊ അങ്ങനെ ക്ലാപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും കണ്ണു പൊത്തിയിട്ട് നമ്മള് നേരെ കൊണ്ടുപോയിട്ട് ഡെക്കറേഷന്റെ മുമ്പിൽ ആദ്യം നടന്നില്ലേ, അത് രണ്ടാമത്തെ പ്ലാൻ. പക്ഷെ അത് ഫ്ലോപ്പ് ആയാലും നീ ആദ്യം ഒരു പ്രാവശ്യം കണ്ണു തുറന്നിരുന്നെങ്കിൽ നന്നായി. അത് അല്ലെങ്കിൽ ഇവരൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ കേൾക്കൂലേ. അത് ശരിയാ, പക്ഷെ ഫ്ലോപ്പ് ആയില്ലല്ലോ, സെറ്റ് അല്ലേ? അപ്പം ഈ ബർത്ത്ഡേ ഇത്രയും ഗംഭീരാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷ കാരണം ഒരു 3-4 ദിവസം മുന്നേ സെലിബ്രേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 കേക്ക് ഓൾറെഡി മുറിച്ചു കഴിഞ്ഞു. എനിക്കെന്തോ ആഘോഷിക്കുന്ന ഫീലാണ്. അതങ്ങനെ ഉണ്ടാവണം. എല്ലാ ബർത്ത്ഡേയും അങ്ങനെ തന്നെ ആവട്ടെ, എല്ലാവരുടെ ബർത്ത്ഡേയും അങ്ങനെ തന്നെ ആവട്ടെ. ഇതൊരു മാതൃക ആവട്ടെ. ഞാൻ നിന്റെ പാദം കിട്ടി എനിക്ക്. അപ്പൊ ഒന്നുമില്ല. അപ്പൊ ഇനി ഒരുപാട് ബർത്ത്ഡേകൾ ഇങ്ങനെ അടിച്ചു പൊളിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തരട്ടെ, എനിക്ക് മാത്രം തരട്ടെ. നമ്മുടെ ഇന്ന് വന്ന എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട്, നന്ദി. അതെ, എല്ലാവരും പോയി പല കാര്യങ്ങളുള്ളതുകൊണ്ട് എല്ലാവർക്കും മറക്കും. അതിന്റെ ഇടയിൽ നിന്നൊക്കെയാണ് ഓടി വന്നത്. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞപ്പോ ഓടി വന്നു. നിന്റെ എന്തായാലും ആയിക്കോട്ടെ. പക്ഷെ എല്ലാവരും വന്നു, അടിച്ചു പൊളിച്ചു. നമ്മൾ കുറച്ചു നേരം ഭയങ്കര ഹാപ്പി ആയി. എല്ലാവരും പോയി. അവസാനം ആസ് യൂഷ്വൽ നമ്മുടെ കേസ് കോഡ് മാത്രം. എന്താ മൈൻഡ് സെറ്റ് ഒരേപോലെ. ഓക്കെ ഗായ്സ്, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. എല്ലാരും വന്ന് ഒരുപാട് സന്തോഷം. ഇവിടെ പലരും ഇല്ല, എല്ലാരും പോയി. ലൈക്ക് എല്ലാരും ഭക്ഷണം കഴിച്ച് നമ്മൾ ചില്ല് ചെയ്ത് എല്ലാരും പോയി. അപ്പം ഞങ്ങൾ തളർന്നിരിക്കുന്ന ഒരു ഇരിപ്പാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. എനിവേ, താങ്ക് യു. ഈ പരിപാടി ഏറ്റവും കളർഫുൾ ആക്കിയത് എന്റെ കൂടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാബോഷനും നമ്മുടെ ഫുഡിന്റെ എല്ലാവർക്കും ഫുഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അടിപൊളി ബീഫ് മാങ്ങാക്കറി അതെ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇവിടുത്തെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് നമ്മുടെ ബെൻസേട്ടൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സന്തോഷം, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സന്തോഷം നിങ്ങളത് ചെയ്തോളൂ. അപ്പൊ ഞാൻ ആദ്യം കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ ചേട്ടൻ എന്തായാലും ആയിക്കോട്ടെ. ഈ സ്ഥലത്തിന്റെ മുതലാളി ഒരു പ്രശ്നത്തിനും ഒന്നിനും വന്നില്ല. നമ്മൾ ഇത്ര ആൾക്കാർ വരും, ബഹളം ഉണ്ടാവും, തൊട്ടപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞു ഒരു പേടിയും പേടിക്കണ്ട, നിനക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ സന്തോഷിപ്പിൻ, ആഹ്ലാദിപ്പിൻ, എന്താന്ന് വെച്ചാൽ ചേട്ടാ പറഞ്ഞു കൊടുത്തേ. കോതാടുള്ള ബെൻസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ആ ചേട്ടന്റെ പേരെന്തായിരുന്നു? ബെന്നി ചേട്ടൻ. എനിക്ക് പേഴ്സണലി അറിയില്ലല്ലോ, ഇവനാണ് ബെന്നി ചേട്ടനുള്ള കോണ്ടാക്ട്സ് ഒക്കെ. എനിക്ക് കൂടുതൽ സാബുവാശനും അവരാണ് അത് ബെന്നിയേട്ടനോട് സംസാരിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾക്കും വരാം. ഇവിടെ ഇങ്ങനെ ബോട്ടൊക്കെ ഉണ്ട്, ഇതിനുള്ളിൽ നിങ്ങൾക്ക് ചില്ല് ചെയ്യാൻ. അപ്പൊ പുറത്ത് ആർക്കും ഡിസ്റ്റർബൻസ് ഇല്ലാതെ വിളിക്കാം. അപ്പൊ ഫുഡ്
ഈ സ്ഥലം പിന്നെ നിന്റെ കേക്ക് ഇന്നലത്തെ ഈ വീക്കിലെ ഒരു കേക്കും 2 കേക്കും നമ്മുടെ ജിയയുടെ ഉമ്മച്ചിയാണ് ചെയ്തത്. പിന്നെ വാതിലിന്റെ പുറകിൽ നിൽക്കുന്ന നമ്മുടെ പൂക്കാലം കയറി വരൂ, ഇറങ്ങി വരൂ. സമയമല്ല, ഓടിയോ, സ്ലൈഡ് ചെയ്ത് വാ, വേമ്പ. ഇരിക്കൂ. അപ്പൊ ഈ വീക്കിലെ ബർത്ത്ഡേ ആഘോഷങ്ങളെല്ലാം ഡെക്കറേറ്റ് ചെയ്തത് മെൽബിൻ ആൻഡ് ടീമാണ്. മെൽബിനും മണവാളൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനും ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഈ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും സന്തോഷമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സന്തോഷം ഇന്നും നിലനിൽക്കട്ടെ. ആമീൻ.